ിന്റെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു. അതായത് വി ഡി സതീശൻ സർക്കാർ ചുമതലയേറ്റ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുകയാണ്. അതിനിടയിലാണ് ഈ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായുള്ള പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട ചില മെഗാ പട്ടിക എന്ന് തന്നെ നമുക്ക് പറയാവുന്ന തരത്തിലാണ്. അതായത് KPCCയുടെ ജംബോ പട്ടിക പോലെ ലീഗിന് ഇപ്പോൾ മുന്നിൽ ഉള്ളത് ഒരു ജംബോ പട്ടിക തന്നെയാണ് ഈ പേഴ്സണൽ സ്റ്റാഫുകളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് എന്നതാണ്. അതിൽ നിന്ന് ചുരുക്കപ്പട്ടികയിലേക്ക് എത്തേണ്ടതുണ്ട്. ഏകദേശം ഒരു 80 സ്റ്റാഫുകളെയൊക്കെ ഉൾക്കൊള്ളാൻ ലീഗിൻ്റെ മന്ത്രിമാർക്ക് സാധിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ആണ് CV അനുമോദ് നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തുകൊണ്ടാണ് ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ആകാൻ ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയിലും പെട്ട ആളുകൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്? എന്തൊക്കെയാണ് ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ? ഓരോ സർക്കാരിൻ്റെയും പ്രവർത്തന കാലയളവിൽ ഓരോ വകുപ്പ് മന്ത്രിമാരെയും പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്നവരെയും സഹായിക്കുന്നതിനും അവരുടെ ഓഫീസ് പ്രവർത്തനങ്ങൾ അടക്കം ഏകോപിപ്പിക്കുന്നതിനും മികച്ച ഭരണം കാഴ്ചവെക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് പേഴ്സണൽ സ്റ്റാഫുകളെ ഉൾപ്പെടുത്തുന്നത് എന്നതാണ് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. ആർക്കൊക്കെയാണ് ഈ പേഴ്സണൽ സ്റ്റാഫുകൾ നിലവിൽ ഉള്ളത്? കേരളത്തിൽ ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫുകൾ ഉള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ കേരളത്തിലെ വിവിധ വകുപ്പ് മന്ത്രിമാർ. കേരളത്തിൽ മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാർ ആണ് ഉള്ളത്. ഓരോ സംസ്ഥാനത്തെയും ആകെ നിയമസഭാ സീറ്റുകളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടാണ് മന്ത്രിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത്. അതുപ്രകാരം മുഖ്യമന്ത്രി ഒപ്പം മറ്റ് 20 മന്ത്രിമാർ, ഇത്രയും മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിക്കാം. അതോടൊപ്പം തന്നെ ചീഫ് വിപ്പ്, പ്രതിപക്ഷ നേതാവും എന്നത് ഒരു ക്യാബിനറ്റ് പദവി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാബിനറ്റ് പദവികൾ ഉള്ള ആളുകൾക്ക് ആണ് ഈ നിലവിൽ മന്ത്രിമാരുടെയും ചീഫ് വിപ്പിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടത് ഈ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണത്തെ സംബന്ധിച്ചാണ്. പലപ്പോഴും ഈ എണ്ണം മാറിയും മറിഞ്ഞുമൊക്കെ ഇരിക്കും. അതിന് കാരണം അതാത് കാലങ്ങളിൽ അധികാരത്തിലേറുന്ന സർക്കാരുകൾ ആണ് പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം നിശ്ചയിക്കുക. 30 പേഴ്സണൽ സ്റ്റാഫുകൾ വരെ ഉണ്ടായിരുന്ന മന്ത്രിമാരുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലയളവിൽ പരമാവധി 25 പേഴ്സണൽ സ്റ്റാഫുവാൻ മതി എന്ന് ആ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വി ഡി സതീശൻ സർക്കാരിൻ്റെ നയപരമായ തീരുമാനം എന്ത് എന്നറിയേണ്ടതുണ്ട്. കഴിയുന്നത്ര എത്ര പേഴ്സണൽ സ്റ്റാഫുമാരെ അനുവദിക്കും എന്നതും അറിയേണ്ടതുണ്ട്. നിലവിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിച്ചിട്ടുണ്ട്. 20 പേരുടെ പട്ടികയാണ് ആദ്യമായി പുറത്തു വന്നിട്ടുള്ളത്. ഇനിയും ആ പട്ടിക മർദ്ദിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. ഇനി നമ്മൾ പേഴ്സണൽ സ്റ്റാഫുമാരുടെ ആനുകൂല്യങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് ഈ തിക്കിത്തിരക്ക് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഈ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ, രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ മാർച്ച് മാസത്തിലെ വിവരാവകാശ പ്രകാരം ഉള്ള കണക്കുകൾ പ്രകാരമുള്ള ചില ഡേറ്റകൾ ആണ് ഇനി പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള മാർച്ച് മാസത്തിൽ, ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ പേഴ്സണൽ സ്റ്റാഫുകളുടെ ചെലവ് എന്ന നിലയിൽ, അവർക്കുള്ള ശമ്പളവും ആനുകൂല്യവും എന്ന നിലയിൽ സർക്കാർ ചെലവാക്കിയിട്ടുള്ളത് 4.62 കോടി രൂപയാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഈ പേഴ്സണൽ സ്റ്റാഫുകളാകാനുള്ള തിക്കിത്തിരക്ക് എന്നത് വ്യക്തമാണ്. പേഴ്സണൽ സ്റ്റാഫ് എന്നത് തീർച്ചയായും മന്ത്രിമാരോടൊപ്പം സഞ്ചരിക്കുന്ന അവരുടെ ഭാഗമാകുന്ന സംഘമാണ് എന്നത് സൂചിപ്പിക്കുമ്പോൾ തന്നെ അവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി ഈ 2026 മാർച്ച് മാസത്തിൽ ചെലവഴിച്ചിട്ടുള്ളത് 4.62 കോടി രൂപ ആണ് എന്നതാണ്. ഇനി ഇതാ ഈ തുക എങ്ങനെയാണ് ചെലവഴിച്ചത് എന്നതിൻ്റെ ഡേറ്റ കൂടിയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതായത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുകൾ എന്നിവർക്ക് വേണ്ടി ചെലവഴിച്ച തുക എന്നത് 27,24,000 രൂപ ആണ് എന്നതാണ്. ഇത് ഒരു മാസത്തെ കണക്കാണ്. ഏതാണ്ട് സമാനമാകുന്ന തുകയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസും മാർച്ച് മാസത്തിൽ ചെലവഴിച്ചത് എന്നതാണ്. അത് 25,60,000 രൂപ എന്നതിലേക്ക് എത്തി നിൽക്കുന്നു. മറ്റു മന്ത്രിമാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമടക്കം 21 മന്ത്രിമാർ ഉണ്ടെങ്കിൽ അതിൽ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിനെയും മാറ്റി നിർത്തിയാൽ മറ്റ് 20 മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുമാർക്ക് വേണ്ടി ചെലവഴിച്ച തുക എന്നത് ഒരു മാസം 3,89,00,000 രൂപയാണ്. ഒപ്പം ചീഫ് വിപ്പിൻ്റെ ഓഫീസും ഇത്തരത്തിൽ പേഴ്സണൽ സ്റ്റാഫുമാർക്ക് വേണ്ടി തുക ചെലവഴിച്ചിട്ടുണ്ട്. അത് 20 ലക്ഷം രൂപ എന്നതാണ്. 20,44,000 രൂപ എന്നതാണ്. ഇത് ഒരു മാസത്തെ കണക്ക് മാത്രമാണ്. ഇതിൽ തന്നെ മറ്റു ചില വിവരങ്ങൾ കൂടി പങ്കുവെക്കുമ്പോൾ ഈ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ആരാണ് നിശ്ചയിക്കുക? അതും സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്.
ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് ഇത്ര രൂപയെ നൽകാൻ പാടുള്ളൂ എന്നതൊന്നും നിയമപരമായ ഏതെങ്കിലും അടിസ്ഥാനമില്ല. ഒരു സർക്കാരിന് തീരുമാനിക്കാം കുറഞ്ഞ വേതനം എത്ര, കൂടിയ വേതനം എത്ര എന്നത്. ഇതാ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ വേതനം എന്നത് 6033 രൂപയായിരുന്നു എന്നതാണ്. അത് കുക്കിന് നൽകിയ ശമ്പളം ആണ്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ പട്ടികയിലേക്ക് കുക്ക് എന്ന ഒഴിവ് വരാം. അതിന് വലിയ മാനദണ്ഡങ്ങൾ ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ഇതൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരോടൊപ്പം നിന്നവർ, അവർക്ക് സഹായിക്കണമെന്ന് തോന്നുന്നവർ, ഏറ്റവും അടുത്ത അനുഭാവികൾ, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് പ്രധാനമായും ഈ തരത്തിലുള്ള നിയമനം നൽകുന്നത്. എന്നാൽ എല്ലാവരും അത്തരത്തിലാണ് എന്ന് പറയാൻ സാധിക്കില്ല. സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥരടക്കം പേഴ്സണൽ സ്റ്റാഫുകളുടെ ഭാഗമാകാറുണ്ട്. അങ്ങനെ ഭാഗമാകുമ്പോൾ ഈ സർക്കാർ തലത്തിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും എന്താണോ അത് തന്നെ നൽകേണ്ടതായി വരും എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്രട്ടറി പോലെയുള്ള പദവികളിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർ ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരായിരിക്കും. ഇതാ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ കൂടിയ വേതനം വിവരാവകാശ പ്രകാരം പൊതുഭരണ വകുപ്പ് നൽകുന്ന കണക്കനുസരിച്ച് 2,47,625 രൂപയാണ്. അത് തീർച്ചയായും സംശയം വേണ്ട, അത് സർക്കാർ തലത്തിലൊക്കെയുള്ള ഉദ്യോഗസ്ഥരാണ് അത്രയും ഉയർന്ന വരുമാനം അല്ലെങ്കിൽ ശമ്പളം നേടുന്നത്. നമ്മൾ ഇതിൽ മറ്റൊരു കണക്കുകൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ എന്താണ് ഈ ശമ്പളവുമായി ബന്ധപ്പെട്ട കാറ്റഗറി എന്നതുകൂടിയാണ്. നിലവിൽ ഞാൻ സൂചിപ്പിച്ചു, ഇതൊക്കെ സർക്കാരിൻ്റെ നയപരമായ തീരുമാനം ആണ്. പല സർക്കാരുകൾക്കും, അതായത് നമ്മുടെ രാജ്യത്തെ പല സർക്കാരുകൾക്കും ഇതല്ല ഘടന എന്നതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഒപ്പം ഈ സ്റ്റാഫുകളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്രയധികം സ്റ്റാഫുകൾ ഇല്ല എന്നതും ഓർമ്മിപ്പിക്കട്ടെ. ഒപ്പം കേന്ദ്ര സർക്കാരിന് പോലും, ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്ക് പോലും 15 സ്റ്റാഫുകളെ ഉള്ളൂ എന്നതാണ്. അവിടെയാണ് കേരളത്തിൽ 30 സ്റ്റാഫുകൾ വരെയൊക്കെ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അത് 25ആണ്. ഇനിയിപ്പോൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എത്രയെന്ന് അറിയേണ്ടതുമുണ്ട്. ഏറ്റവും ഉയർന്ന ശമ്പളം അത് ലഭിക്കുക പ്രൈവറ്റ് സെക്രട്ടറിമാർക്കാണ്. ഈ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ ശമ്പളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് എങ്കിൽ ആ കാറ്റഗറിയിൽപ്പെട്ട ഒരു ശമ്പളമാണ് നൽകേണ്ടത്. അതേസമയം എപ്പോഴും ഇത് സർക്കാർ തലത്തിൽ തന്നെ ആകണമെന്നില്ല. അല്ലാത്ത പോസ്റ്റിങ്ങും നടക്കാറുണ്ട്, അങ്ങനെ നടന്നിട്ടുമുണ്ട്. ഇപ്പോൾ തന്നെ ഈ പ്രൈവറ്റ് സെക്രട്ടറിമാർ എന്നത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സർക്കാർ തലത്തിൽ ഉള്ളതാണ് എങ്കിലും അല്ല എങ്കിലും 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ അവർക്ക് പ്രതിമാസം നൽകാറുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് എങ്കിലും അല്ല എങ്കിലും. മറ്റൊന്ന് അഡീഷണൽ സെക്രട്ടറിമാരുടേത് ബന്ധപ്പെട്ട ആണ്. അഡീഷണൽ സെക്രട്ടറിമാരുടെയും ഈ തരത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ശമ്പളം ആണ് അവർക്ക് നൽകാറുള്ളത്. അതിനുശേഷം അസിസ്റ്റന്റ് സെക്രട്ടറിമാർ ഉണ്ടാകാറുണ്ട്. ഇവിടെയൊക്കെ ഈ സൂചിപ്പിക്കുന്ന പോലെ ഇവർ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ആകണം എന്നത് നിർബന്ധമില്ല എന്നതാണ് ഈ ചട്ടപ്രകാരം മനസ്സിലാക്കുന്നത്. ഈ 3 വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് പേഴ്സണൽ സ്റ്റാഫുകളിൽ ഏറ്റവും ഉയർന്ന ശമ്പളം ലഭിക്കുക. ഇനി പേഴ്സണൽ സ്റ്റാഫുകളോടൊപ്പം നമ്മൾ സൂചിപ്പിക്കേണ്ടത്, പലപ്പോഴും പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരു മന്ത്രി ഏതെങ്കിലും ഒരു സ്ഥലത്ത് സന്ദർശനമൊക്കെ നടത്തുമ്പോൾ ആ മന്ത്രിമാരോടൊപ്പം ഫയലുകളൊക്കെ പിടിച്ചുകൊണ്ട് കൂടെ 1-2 ആളുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പലപ്പോഴും ഈ സ്റ്റാഫ് അംഗങ്ങൾ ആണ് എന്നതാണ്. അതിൽ തന്നെ ക്ലറിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാകും, ഓഫീസ് അസിസ്റ്റന്റുമാരുണ്ടാകും. ഈ ഓഫീസ് അസിസ്റ്റന്റുമാരാണ് പ്രധാനമായും ഓരോ സ്ഥലത്തുമൊക്കെ മന്ത്രിമാർ പോകുമ്പോൾ അവരോടൊപ്പം നമ്മൾ കാണുന്ന, പ്രത്യക്ഷത്തിൽ കാണുന്ന ആളുകൾ. ഒപ്പം കുക്ക് പോലെയുള്ള പോസ്റ്റുകളുമൊക്കെ ഉണ്ട്. എന്നാൽ ഇവർക്ക് താരതമ്യേന അത്ര വലിയ ശമ്പളം അല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, കാലത്തിനനുസരിച്ച് ഇതൊക്കെ മാറ്റാം. ഇപ്പോൾ ഈ ക്ലറിക്കൽ സ്റ്റാഫുകൾക്ക് തന്നെ ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് 20,000-ന് മുകളിൽ പ്രതിമാസം ശമ്പളം ലഭിക്കുന്നുണ്ട് എന്നതാണ്. ഓഫീസ് അസിസ്റ്റന്റുമാർ ഒക്കെ ഏതാണ്ട് ആ കാറ്റഗറിയിൽ ആണ് നിലവിലെ സാഹചര്യത്തിൽ വരുന്നത്. ഇവരുടെ ശമ്പളം വേണമെങ്കിൽ പുതിയ സർക്കാരിന് മാറ്റാം, ശമ്പള ഘടന മാറ്റാം. അതൊക്കെ സർക്കാരിൻ്റെ ഔചിത്യത്തിന് അനുസരിച്ചിരിക്കും. ഒപ്പം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സാമ്പത്തിക ബാധ്യത ഈ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് നൽകേണ്ടതുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടും ആയിരിക്കും അത് നിശ്ചയിക്കുക എന്നതാണ്. ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഈ സ്റ്റാഫുകളുടെ എണ്ണം അത് സർക്കാരാണ് നിശ്ചയിക്കേണ്ടത്. അവിടെ 30 സ്റ്റാഫുകളാകാം, 25 സ്റ്റാഫുകളാകാം, 27 സ്റ്റാഫുകളാകാം. എന്തു തന്നെയാണ് എങ്കിലും കേരളത്തിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ പോലും ചില വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർക്ക് പോലും 15 സ്റ്റാഫുകളെ ഉള്ളൂ എന്നിരിക്കെയാണ് ഇത്രയധികം സ്റ്റാഫുകളെ നിയമിക്കുന്നത്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലടക്കം, കർണാടകം, തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിലടക്കം പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറവ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും കഴിഞ്ഞ സർക്കാർ, അതായത് 2ാം പിണറായി വിജയൻ സർക്കാർ, ഈ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണത് 25ലേക്ക് എത്തിയിട്ടുള്ളത്. അവിടെ ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് സൂചിപ്പിക്കേണ്ടത്, എല്ലാ മന്ത്രിമാരും
വളരെ കൃത്യമായി 25 പേരെ നിയമിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് ഡേറ്റകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില മന്ത്രിമാർ 23 പേരെയൊക്കെ മാത്രമാണ് നിയമിക്കുകയും ചെയ്തിരുന്നത്. ഇത്തരത്തിൽ ആണ് നമുക്ക് ലഭിക്കുന്ന ഡേറ്റകൾ. മറ്റൊന്ന്, അതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത്. അതായത് ഈ പേഴ്സണൽ സ്റ്റാഫുകൾ ആയാൽ നിലവിലത്തെ സർക്കാരുകളുടെ തീരുമാനം അനുസരിച്ച് ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരു വ്യക്തി കുറഞ്ഞത് 2 വർഷം എങ്കിലും സേവനം അനുഷ്ഠിച്ചാൽ അവർ പെൻഷൻ ആനുകൂല്യത്തിന് അർഹനായി എന്നുള്ളതാണ്. ഓർക്കുക, കേവലം 2 വർഷം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്നാൽ അവർക്ക് പെൻഷന് സാഹചര്യമൊരുങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഒരു സർക്കാരിൻ്റെ കാലാവധിയിൽ ഒരു മന്ത്രി 5 വർഷമാണ് ഭരിക്കുന്നത്. ആ 5 വർഷത്തിനിടെ 2 ടേമുകളിലായി പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. 2 വർഷം പൂർത്തിയാകുമ്പോൾ ഒരു പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റുകയും അവിടേക്ക് മറ്റൊരു പേഴ്സണൽ സ്റ്റാഫിനെ എത്തിക്കുകയും ചെയ്യുമ്പോൾ ഒരു ടേമിൽ തന്നെ അങ്ങനെ 2 പേർ വെച്ച് ഏതാണ്ട് ഇപ്പോൾ 25 പേരാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഒരു സർക്കാർ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും വേണമെങ്കിൽ അത് 50 എന്നതിലേക്ക് മാറാം. അങ്ങനെ ആകുമ്പോൾ അവർക്കെല്ലാം ഈ പെൻഷൻ എന്ന ആനുകൂല്യം ലഭിക്കും എന്നതാണ് ഇതിൻ്റെ കൗതുകം. അതുമാത്രവുമല്ല, ഈ പെൻഷൻ എന്നത് സാധാരണ സർക്കാർ സർവീസിൽ നിന്നൊക്കെ വിരമിക്കുന്നതിന് ഒരു പ്രായപരിധി ഉണ്ടല്ലോ, സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഒക്കെ. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല. ഈ 2 വർഷത്തെ സേവനം കഴിഞ്ഞാൽ അടുത്ത വർഷം മുതൽ അവർക്ക് പെൻഷൻ ലഭിക്കും എന്നതാണ് മറ്റൊരു വിവരം. ഇതാണ് വലിയ തോതിൽ വിമർശനത്തിന് വഴിവെച്ചിട്ടുള്ളത്. അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാവുകയും അതിനുശേഷം പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് പോവുകയും ചെയ്യുമ്പോൾ ആ ചെറുപ്പകാലം മുതൽ, അതായത് അധ്വാനിച്ച് ജോലി ചെയ്യാൻ ശേഷിയുള്ള സമയത്ത് പോലും ഈ പെൻഷൻ ആനുകൂല്യം ഇവർക്ക് ലഭിക്കും എന്ന് മാത്രമല്ല, ഈ പെൻഷൻ ജീവിതകാലം മുഴുവൻ അവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇതും വലിയ തോതിൽ വിമർശനത്തിന് ഇടവെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പെൻഷൻ, അതായത് സ്റ്റാഫുകൾക്ക് പെൻഷൻ ലഭിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിൽ പെൻഷൻ നൽകുന്നില്ല. ഇതെല്ലാം പൊതുജനങ്ങളുടെ തുക ആണ് ചെലവാക്കുന്നത് എന്നതാണ് ഈ വിമർശനത്തിന് കാരണം. ഒരിക്കൽ കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കം ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു എന്നതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചില കോടതികളിൽ എങ്കിലും ഇത് ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പേഴ്സണൽ സ്റ്റാഫുമാർക്ക് ഇത്തരത്തിൽ ജീവിതകാലം മുഴുവൻ പെൻഷൻ നൽകുന്നത്? അതും ഇതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും മാനദണ്ഡമല്ല. പേഴ്സണൽ സ്റ്റാഫിലേക്കൊക്കെ വരുന്നവർക്ക് പൊളിറ്റിക്കൽ നിയമനമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് തൽപരരായ ആളുകളെ നിയമിക്കുന്നു, അവർ ഈ ജീവിതകാലം മുഴുവൻ പെൻഷൻ വാങ്ങുന്നു എന്നതാണ് വിമർശനത്തിന് വഴിയൊരുക്കിയിട്ടുള്ളത്. പക്ഷേ കോടതിക്ക് അതിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. കാരണം ഇത് സർക്കാരുകളുടെ തീരുമാനമാണ്. ലഭിക്കുന്ന വിവരം അനുസരിച്ച് 1994 കെ കരുണാകരൻ ആണ് ഇത്തരത്തിൽ ഈ പെൻഷൻ എന്ന സ്റ്റാഫുകൾക്ക് പെൻഷൻ ആനുകൂല്യം പ്രഖ്യാപിച്ചത് എന്നും അത് 82 മുതൽ മുൻകാല പ്രാബല്യത്തോടെ വന്നിട്ടുണ്ട് എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങളുണ്ടാകുന്നു, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റമുണ്ടാകുന്നു. ചിലപ്പോൾ സാമ്പത്തിക സ്ഥിതി മോശമാകാം, വരും കാലഘട്ടങ്ങളിൽ അത് മെച്ചപ്പെട്ടതാകാം. അപ്പോൾ അനുസരിച്ച് ഈ സൂചിപ്പിക്കുന്ന പോലെ അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ, അതിലും കൃത്യമായൊരു ഡേറ്റയൊന്നുമില്ല. പെൻഷൻ എന്നതും ഈ ശമ്പളത്തിന് ആനുപാതികമായാണ് പെൻഷൻ. കുറഞ്ഞത് 2500 രൂപയെങ്കിലും ഒക്കെ പെൻഷൻ ലഭിക്കുന്നുണ്ട് എന്നതാണ് അറിവ്. പിന്നീട് സർവീസിനനുസരിച്ച് ഒരേ വ്യക്തികൾ തന്നെ പല സർക്കാരിൻ്റെ സമയത്ത് ഈ സ്റ്റാഫിലെ അംഗമാകുന്നുണ്ട്. അപ്പോൾ ആ സീനിയോറിറ്റി അനുസരിച്ച് അങ്ങനെയൊക്കെയാണ് പെൻഷൻ തുക ലഭിക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായി ഏറ്റവും ഉയർന്ന പെൻഷൻ ഇപ്പോൾ ആര് കൈപ്പറ്റുന്നു എന്നത് സംബന്ധിച്ച ഡേറ്റ ശേഖരിക്കുക അല്പം പ്രയാസകരമാണ്. പക്ഷേ മികച്ച പെൻഷൻ അടക്കം ഇപ്പോഴും വാങ്ങുന്ന ആളുകൾ ഉണ്ട് എന്നതാണ് വിവരം. എന്തൊക്കെ വിമർശനങ്ങളുണ്ട് എങ്കിലും അത് സർക്കാരിൻ്റെ നയപരമായ തീരുമാനമായതുകൊണ്ട് തന്നെ കോടതികൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇടപെടലുകൾ നടത്തുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതാണ് പശ്ചാത്തലം. അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഇടം നേടാനായി നേതാക്കളുടെയും അനുഭാവികളുടെയും ഒക്കെ തിക്കും തിരക്കും അനുഭവപ്പെടുന്നത്.